ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ. ഏറ്റവും അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാന്റ്സ്. മച്ചന്മാരെ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ബോൺസായി കളക്ഷനായിട്ടാണ്. നമ്മൾ ഈ പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കൊണ്ടുവന്ന കുറേ ബോൺസായി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ കുരുടിച്ച് വളരുന്ന മരങ്ങളുണ്ടല്ലോ, അതിനെ കൊണ്ടുവന്ന് നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നതാണ്. ഞാൻ കൊണ്ടുവന്ന് ബോൺസായി ആക്കി വളർത്താൻ ഒരു ശ്രമം നടത്തും. അങ്ങനെ കൊണ്ടുവന്ന മരങ്ങളെ ഒന്ന് കണ്ട് കളയാം. ബോൺസായി എന്നാണ് ഞാൻ പറയുന്നത്, എന്നാൽ പ്രോപ്പർ ബോൺസായിയും അല്ല കേട്ടോ. എങ്കിലും നമുക്കൊന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, കുറേ നാളായി, ഏകദേശം ഒരു വർഷത്തോളമായി. ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ കളക്ഷൻ ഇതാണ്. നമ്മുടെ ഇതിന് കല്ലാലെന്നല്ലേ പറയുന്നത്, ഫൈക്കസ് ഇൻഫെക്റ്റിയോറ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിതിൻ്റെ കറക്റ്റ് പേരങ്ങ് നോക്കി വെക്കുന്നതല്ല. ഇതങ്ങ് കുന്നിലൊരു കല്ലുംപുറത്ത് നിന്ന് കിട്ടിയതാണ്. ഒരു കല്ലുംപുറമല്ല, ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് കിട്ടി. കുറേ നാളായി കൊണ്ടുവന്ന് നട്ടിട്ട് കേട്ടോ. അവിടെ താഴോട്ടുണ്ടോ, അത് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മണ്ണങ്ങ് അധികം മാറ്റിയിട്ടില്ല. ഈ കുറച്ച് നാളുകൊണ്ട് കുറേ തിരക്ക്, ജോലി സംബന്ധമായ കുറച്ച് തിരക്ക്, അതുകൊണ്ട് കറക്റ്റ് കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ച് പ്രോണിങ്ങൊക്കെ ശരിയായ രീതിയിലല്ല നടത്തിയേക്കുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കറക്റ്റ് രീതി പ്രോണിങ് നടത്തുന്ന ആളൊന്നുമല്ല കേട്ടോ. കണ്ടോ, ആൾട്ടർനേറ്റ് ചെയ്ത് ഒന്നിട്ട് ചില്ലകളൊക്കെ വയ്ക്കാൻ ആ ചില്ല കുറച്ചുകൂടെ അങ്ങ് പുറകോട്ട് വരണമെങ്കിൽ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഓർഡർ വരും. ഇനി ഈ മുകളിലോട്ടുള്ള രണ്ടും കൂടെ പിടിച്ചിട്ട് മുകളിലൊരു ടോപ്പ് എൻഡും കൂടെ ആക്കി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ബോൺസായി ഇതാണ് കേട്ടോ, നമ്മുടെ കല്ലാൽ. ഞാനിതിനെ കല്ലാലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തന്നെ. മൂട്ടിലെ മണ്ണാക്കി കുറച്ചുകൂടെ സെറ്റായിട്ടിരിക്കുന്നു. അതിൻ്റെ കുഞ്ഞ് വേരൊക്കെ താഴോട്ടിറങ്ങി വരുന്നുണ്ട്. അതൊന്നിടെ ഗുമ്മാക്കി മാറ്റണം. ഇതൊരു പഴയ കലത്തിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാനെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആലാണിത്, ഫൈക്കസ് ഇൻഫെക്റ്റിയോറ. ഫൈക്കസിൻ്റെ ഒരുപാട് കളക്ഷനാണ് എൻ്റെ. ഒരുപാടൊന്നും അല്ല, 5-6 കളക്ഷനാണ് ഞാൻ ഈ ഒരുപാടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആല് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് സാധാരണ ബോൺസായി എന്ന് പറഞ്ഞ് വരുന്നവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല, കാരണം ആ ഒരു രീതിയിലല്ല ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തത് ഇതാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേര് ഫൈക്കസ് ആംബ്ലിസമ, ഫൈക്കസ് ഇൻഫെക്റ്റിയോറ. എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല കേട്ടോ. കറക്റ്റ് പേരുകൾ പലപ്പോഴും നിങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല വീഡിയോയിലും, പക്ഷേ കറക്റ്റ് കിട്ടില്ല. ഇത് ഫൈക്കസ് ഇൻഫെക്റ്റിയോറയാണ്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഗുമ്മായി വരണം. ഇതും ആൾട്ടർനേറ്റീവ് രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ടോ, ബ്രാഞ്ചസ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കട്ടിയായി വരണം. വന്നതിന് ശേഷം നമുക്ക് അതിനകത്ത് വയറിങ് നടത്താം. ഞാൻ വയറിങ്ങിലങ്ങ് അധികം ശ്രദ്ധിക്കില്ല. ഞാൻ ഇത് കൊണ്ടുവന്നുണ്ട്, ഒരു പാറ, നമ്മുടെ കല്ലുണ്ടല്ലോ, ഒരു കല്ലെടുത്ത് അതിനകത്താണ് സെറ്റ് ചെയ്തത്. പക്ഷേ ആ കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ തന്നെ ഈ ഭാഗത്ത് നിന്ന് കാണാം. ഞാൻ സൂക്ഷിച്ചാണ് കണ്ടോ, അവിടെ ഒരു വേരുണ്ടായിരുന്നു. പക്ഷേ ആ വേര് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെയാണ് അതിൻ്റെ മണ്ടത്തരം എനിക്ക് മനസ്സിലായി. ആ വേരും കൂടെ വേണമായിരുന്നെങ്കിൽ ഈ കല്ലിനെ മൊത്തത്തിൽ ചുറ്റി പൊതിഞ്ഞ് നിന്നനെ കണ്ടത്. ഇപ്പോൾ കല്ലിന് കുറച്ചുകൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ വേര് വരണമെങ്കിൽ ആ ഗുമ്മ വരത്തുള്ളൂ. ഇതും ഞാൻ ബോൺസായി ആക്കാൻ വെച്ചേക്കുന്ന മറ്റൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആംബ്ലിസമയായി ഇൻഫെക്റ്റിയോറയായി സംഭവം. ഇതും കൊള്ളാം അല്ലയോ? ഇത് കൊള്ളാമെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് നമുക്ക് ബോൺസായി പോട്ടിലോട്ട് വരണം. അടുത്തത് ഇത് നമ്മുടെ ഫൈക്കസ് വിറൻസ് ആണ്. വൈറൻസാ കറക്റ്റ്, എനിക്ക് പേര് കറക്റ്റ് അങ്ങോട്ട് അത്ര കിട്ടുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ അങ്ങ് അറവലക്കുന്നിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അറവലക്കുന്നിൽ പോയി ഒരു പ്ലാൻ ഹണ്ടിങ്ങിനിടയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് അടുത്ത കാലത്ത് കുറച്ച് ചൂടുവെള്ളം അമ്മ എടുത്ത് അറിയാതെ ഒഴിച്ചു പോയി. അതിൻ്റെ അടുത്തോട്ട് അടുക്കള എന്നിട്ട് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ വെള്ളം എടുത്ത് പുറത്തോട്ട് വീശി ഒഴിച്ച സമയത്ത് ഇതിനകത്ത് വീഴുന്നത്. അതുകൊണ്ട് കുറച്ച് ഡാമേജ് ആയിപ്പോയി പ്ലാന്റ്. പിന്നെ അതുമല്ല, ഞാൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ കുറച്ച് വയറിങ് നടത്തി. ഈ കുഞ്ഞ് പ്ലാന്റിൽ അവൻ വയറിങ് നടത്തി അത് നശിപ്പിച്ച പ്ലാന്റ്. നെക്സ്റ്റ് മച്ചന്മാരെ, ഇത് നമ്മുടെ സാധാരണ നമ്മുടെ അരയാലെന്നല്ലേ പറയുന്നത്, അരയാലാണോ പേരാൽ സോറി, എനിക്ക് അരയാലും പേരാലും എപ്പോഴും തിരിഞ്ഞു. ഇതാണ് ഒരുപാട് കളക്ഷൻ എൻ്റെ ഉള്ളത് കേട്ടോ. ഞാനിതിന് പേരാലെന്നാണ് പറയുന്നത്, അരയാലല്ല പേരാൽ തന്നെയാണിത്. ഇത് കണ്ടോ, ഇത് ഞാനൊരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് കാണുന്നുണ്ടോ, 1 2 3 റിങ്ങാക്കി സെറ്റ് ചെയ്തത്. ഒരുപാടല്ല, ഒരു 8 വർഷത്തോളം പഴക്കമുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ഒരുപാടെന്നൊക്കെ പറയുന്നത് 10-40 വർഷമുള്ള ബോൺസായികൾ അതിനേക്കാൾ കൂടുതലുള്ളതൊക്കെ കാണും. ഞാൻ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. പിന്നെ ഇത് ഒരു ഭയങ്കര ഹോബിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൃത്തികേടായിട്ട് ഈ ആൽ വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ബ്രാഞ്ച് അങ്ങനെ ഒന്നുകൊണ്ടൊന്ന്, രണ്ടാമത് ഇങ്ങനെ ചുറ്റി, മൂന്നാമത് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നു. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി, അങ്ങനെ ചെയ്തു. റിങ്ങായിട്ട് അങ്ങനെ ആരും ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. ഈ ബ്രാഞ്ച് അങ്ങോട്ട് കുറച്ചുകൂടെയൊക്കെ വളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കണ്ടോ. ഇത് കണ്ടോ, ഈ പാടുകൾ കണ്ടോ. ഈ പാട് എൻ്റെ ആദ്യത്തെ കുറേ മണ്ടത്തരത്തിൽ പറ്റിയതാണ്. ഞാൻ ഈ കട്ടിയുള്ള കമ്പികളെടുത്തായിരുന്നു ഈ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ കട്ടിയുള്ള കമ്പികൾ അവിടെ ഇരുന്ന് സൂം ആവുന്നില്ല കണ്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു നല്ല ബോൺസായിയിൽ ഒരിക്കലും അത് നമ്മൾ ഈ ട്രെയിൻ ചെയ്തേക്കുന്നതിൻ്റെ, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചെടുക്കുന്നതിൻ്റെ ആ പാട് കാണരുത് കേട്ടോ. ക്യാമറ ചതിച്ചാശാനെ
നമുക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ്, നല്ല ക്യാമറ അല്ല നമ്മുടെ ഫോണിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാൾ അങ്ങനെ കമ്പി കെട്ടി വെച്ചിരുന്നു. അപ്പോൾ ആ പാട് അവിടെ ആയിട്ടുണ്ട്. അതൊരു ഡിസൈനാണെന്ന് വെച്ചാൽ ഡിസൈനാണ്, പക്ഷേ നല്ലൊരു ബോൺസായി കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഒരിക്കലും പാടില്ലാത്തതാണ് ഇത്. ഒരു കുഞ്ഞുറുമ്പ് അതിലേക്ക് കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു കേട്ടോ. ഞാൻ ഗ്രൂപ്പിലൂടെയൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഇപ്പുറത്തേക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തത് എനിക്കിഷ്ടമാണ്. പിന്നെ ഫസ്റ്റ് കുഴപ്പമില്ല, അത് വരുന്നത് കുറച്ച് ആയി എടുക്കണം, ബോൺസായി കുറച്ചാക്കി എടുക്കണം. അത് എനിക്ക് ഗുമ്മാണത്. അപ്പോഴിത് ഇത് നമ്മുടെ പേരാൽ കേട്ടോ. പേരാലിൻ്റെ വേറെയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ കണ്ട പേരാലിൻ്റെ വേറൊരു കുഞ്ഞ് നല്ലൊരു ബോൺസായി ആണ് കേട്ടോ. ബോൺസായി എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇത് ബോൺസായി പ്രേമികളൊന്നും എന്നെ ചീത്ത വിളിക്കരുത്. നമ്മൾ പാവപ്പെട്ടവരല്ലേ, നമ്മളൊക്കെ ഇത് പഠിച്ചെടുക്കുകയില്ലയോ. ആ സമയത്ത് ഞാൻ ബോൺസായി എന്ന് വരുന്നത്. ഇതും ഒരു 6-7 വർഷത്തോളം പഴക്കമുള്ളതാണ് കേട്ടോ. 6-7 വർഷത്തോളം പഴക്കമുള്ളതാണ്. നിങ്ങൾ ഈ കുഞ്ഞിതിനാണോ 6-7 വർഷം, നല്ല ഇതിൻ്റെ മൂടത്തി കനമുള്ളതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ആക്കി എടുത്ത് ചരിച്ചൊരു ബോൺസായി ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ ആ ഒരു ചില്ലിയാണ് ഉണ്ടായിരുന്നത്, അതാണ് ഈ ചില്ലിയാണ് ഉണ്ടായിരുന്നത്. അതിനകത്താണ് മറ്റേ പണ്ടത്തിലെ വൃത്തികെട്ട കമ്പിയാണ് ഞാൻ ചുറ്റി വെച്ചത്. അത് ചെമ്പ് കമ്പി തന്നെ, പക്ഷേ അത് കട്ടിയുള്ള ചെമ്പ് കമ്പിയായിരുന്നു. കണ്ടോ മൂട് നല്ല കനമുണ്ട്. അപ്പുറത്തൂടെയൊക്കെ ഒരു വേരും കൂടെയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല ചട്ടിയിലൊക്കെ ആക്കി മാറ്റുമ്പോഴത്തേക്ക് ഗുമ്മാവും. ഇത് നല്ല ഗുമ്മാവും കേട്ടോ. ഇത് നല്ല എന്താണ് ഭംഗിയാണിത് കാണാൻ. ഈ ക്യാമറയിലോ നമ്മളെ വീഡിയോ കാണിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. നല്ല കുഞ്ഞു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് കിട്ടുന്ന പോട്ട് ഏതാണോ അതിനകത്തൊക്കെ ഞാൻ സെറ്റ് ചെയ്യും. അല്ലാതെ ബോൺസായി പോട്ടൊക്കെ നല്ല റേറ്റ് ആവും, അത് വാങ്ങിക്കാനുള്ള പൈസയും കയ്യിലില്ല. നെക്സ്റ്റ് ഇപ്പുറത്ത് കാണിച്ച അതേ ബോൺസായിയുടെ അതേ പ്രായം ഒന്നിച്ച് നട്ടതാണ് ഈ അരയാൽ. എങ്ങനെയുണ്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇതും ഒരു 6-7 വർഷം പഴക്കമുള്ള അരയാൽ. അത് സോറി 6 ഇതൊരു 4-5 വർഷത്തോളം പഴക്കമുള്ള അരയാലാണ് കേട്ടോ. ഇതിൻ്റെ മൂടങ്ങ് മണ്ണിൻ്റെ അടിയിലുണ്ട്. ആദ്യം ഇതേ കണക്ക് പോകണ്ട, ഇവിടെയും കുറച്ച് മുറിഞ്ഞു പോയിട്ട് വീണ്ടും രണ്ടാമത് പഠിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇത് രണ്ടും ഒരമ്മ പെറ്റ മക്കളല്ലെങ്കിൽ ഒരേ സമയത്ത് ഒരേ വാർഡിൽ പ്രസവം നടത്തിയതാണ്. കാരണം ഞാൻ ഒന്നിച്ച് കൊണ്ടുപോയി നട്ടതാണ് കേട്ടോ. കണ്ട ഒരേ കണക്കത്തെ 2 പോട്ടിൽ ഒന്നിച്ച് കൊണ്ടിട്ട്. അപ്പോൾ ആ പേരാലും ഈ അരയാലും ഒരേ പ്രായക്കാരാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കണക്ക് അങ്ങോട്ട് കമ്പ് കനത്ത് വന്നില്ല. അത് ഞാൻ ഈ മണ്ണൊക്കെയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഞാൻ ആകെ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് വേര് കട്ടിയും. അപ്പോൾ ദിങ്ങനെ നിരന്നിരിക്കുന്നതാണ് എൻ്റെ കുഞ്ഞു ബോൺസായി കളക്ഷൻ. അടുത്തത് വരുമ്പോഴത്തേക്കും അടുത്തതും മറ്റൊരു പേരാലാണ്. ഇത് ഞാൻ ഒരു പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാതെ മൂട് കണ്ടോ നല്ല കനം വന്ന്. അതിൻ്റെ ഇത് കണ്ടോ, ഞാൻ വീട് വയ്ക്കാൻ നേരത്തെ ഇറക്കിയ നമ്മുടെ മെറ്റൽ ഇറക്കുമല്ലോ, അതിൽ നിന്ന് കിട്ടി കുറച്ച് കല്ലെടുത്തിട്ടൊക്കെയാണ്. അതിങ്ങോട്ട് മുകളിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു കമ്പി ചുറ്റി. പക്ഷേ ആ കമ്പി ചുറ്റിയപ്പോൾ 2 ബ്രാഞ്ചസും കൂടെ ക്ലിയറായി വരും. ഞാൻ കിടന്ന് വെറുതായിട്ട് അലയ്ക്കുമ്പോഴത്തേക്ക് ക്യാമറ ചതിക്കുന്നു. അവിടെ 2 കൂടെ കയറിയും കൊട്ടിപ്പോയി. കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ, ഈ ഇല കണ്ടോ ഒത്തിരി വലുതാണ്. കാര്യം ഇതിൻ്റെ അടിയിൽ നിന്ന് വേരിറങ്ങിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. വേര് കറക്റ്റ് സമയത്ത് കട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എൻ്റെ പൊന്നു വെച്ചവന്മാരെ അടുത്തതും ഇത് തന്നെയാണ്. പേരാൽ തന്നെയാണ്. പേരാൽ പെട്ടെന്ന് നമുക്ക് ബോൺസായി ആകെ കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നും. അതുകൊണ്ടങ്ങ് പേരാൽ ഒരുപാട് കിട്ടുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത്. കണ്ടോ ഈ കാണിച്ചത് ഈ അടുത്തടുത്തിരിക്കുന്ന ഇത് രണ്ടും പേരാലാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് രക്തം ചിന്തിയ അടുത്ത് കത്തി കിടക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ചരിച്ച് കാണിക്കാം. കണ്ടോ ഇതൊരു ഗുമ്മാണ് കേട്ടോ, അടിപൊളിയാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. നിങ്ങളൊന്ന് ക്യാമറ ഒന്ന് ഞാൻ വീഡിയോ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയോളേ. ഞാൻ ക്യാമറയിട്ട് വെറുതെ കറക്കുന്നത്, തല ഇറങ്ങരുത്. കണ്ടോ ഇതൊരു പാറയ്ക്ക് പുറത്താണ് സെറ്റ് ചെയ്ത്. പിച്ചാത്തി അങ്ങോട്ട് മാറ്റട്ടെ. അപ്പോൾ കണ്ടോ ഇതിനകത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഡ്യൂട്ടിക്കിടയ്ക്ക് ഒരു ട്രാഫിക് പോയിൻ്റ് റോഡ് സൈഡിൽ നിന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരു കല്ലിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത്. അന്ന് കൈയൊക്കെ മുറിഞ്ഞ് നമ്മുടെ മറ്റേ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, കയ്യിലൊരു 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ ബോൺസായി എടുത്തതിന് ശേഷം. എടുത്തതുകൊണ്ട് പെട്ടെന്ന് ഡിവൈഡർ കയറി ഇടിച്ച് കൈ. പക്ഷേ ഇത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടോ ഈ ഭാഗത്ത് വെച്ച് നല്ല വേരൊക്കെ ഇറങ്ങി അടിപൊളിയാണ്. ഞാൻ ക്യാമറ ഒന്നുകൂടെ കറക്കുകയാണ്. നിങ്ങൾ നോക്കാൻ ഫുൾ ഭംഗി കിട്ടണമെങ്കിൽ ക്യാമറ കറക്കി കാണിച്ചാലേ പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ നല്ലൊരു പോട്ടിനകത്താക്കി മാറ്റിക്കഴിഞ്ഞാൽ സംഭവം ഗുമ്മാണ്. പിന്നെ അത്രയും ഗുമ്മോട് പൈസയും വേണം. കണ്ടോ ഈ വേര് കണ്ടോ, ഇത് ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഉള്ള വേരാണ് കേട്ടോ. ഞാൻ ആ പാറ പിടിച്ചകത്തോട്ട് വെച്ച്. അടുത്തത് നമ്മുടെ മണ്ണ് നല്ല കട്ടിയായിട്ടുണ്ട്. ഇതും നമ്മുടെ ഇതിനെ എന്തോ പറയുമല്ലോ, ഇത് മറ്റേ വൈറൻസ് ആണോ എന്തോന്ന് അറിയത്തില്ല. ഇത് നല്ലൊരു ബോൺസ്, നല്ല ഷേപ്പായിരുന്നു, അടിപൊളി ഷേപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഈ 2 ചില്ല കണ്ടോ, ഈ 2 ചില്ല വെച്ച് ഞാൻ ഒരിക്കൽ മനസ്സിരുത്തി ഹാർഡ് പ്രൂണിങ് നടത്തി. ഇവിടെ വെച്ച് കണ്ടോ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചു. പക്ഷേ 2 ഇല പൊടിച്ച് വന്നു കണ്ടോ, നല്ല ബോൺസ്. ആ ഷേപ്പ് കണ്ടായിരുന്നു നിങ്ങൾ.
ഇങ്ങനെ വളഞ്ഞ് വന്ന് മുകളിലോട്ട് ഇവിടെ ഈ 2 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹാർഡ് പ്രൂണിങ് എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ മനസ്സിരുത്തി കട്ട് ചെയ്യണം. നമുക്ക് മനസ്സ് അനുവദിക്കത്തില്ല, എങ്കിലും കട്ട് ചെയ്യണം, എങ്കിലേ നല്ല ഷേപ്പ് വരത്തുള്ളൂ. പക്ഷേ കട്ട് ചെയ്താൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതും കുറച്ച് കൈമോശം സംഭവിച്ച ബോൺസായി ആയിപ്പോയി. ഇങ്ങനെ വരുമ്പോൾ ഇതാ കണ്ടോ, ഇതൊക്കെ ഇത് നല്ലൊരു ബോൺസായി അല്ലേ, ഇതാണ്ട് ഈ കാണുന്നത് നമ്മുടെ അരയാല് ശ്രീകൃഷ്ണയാല്. ഇനി വാ മച്ചാൻ പറയാം, ഇനി നിങ്ങൾക്ക് ഒരു വെടിക്കെട്ട ഐറ്റം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പണ്ടാരം സാധനം. ടണ്ടടാ മച്ചന്മാർ, ഇത് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയത്തില്ല കേട്ടോ. അടിപൊളിയാണ്. ഒരുപാട് പേരെന്ന് വെച്ചാൽ അത്ര ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു 10ഓളം പേര് വീട്ടിൽ വന്ന് കണ്ടിട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് വരുന്നു, ഞാൻ ഇല്ലാത്തപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ആല് തരും. ഒരു വീടിൻ്റെ ഇനാഗുറേഷൻ, വീടിൻ്റെ എന്താ പറയുന്നത്, വീടിൻ്റെ ഹൗസ് വാമിങ്ങിനുള്ളൊരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, ചേച്ചി ഇത് തരുമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അയ്യോ അത് അവൻ എവിടെ നിന്നാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതിന് തരത്തില്ലെന്ന്. അച്ഛന്മാർ, ഇത് അടിപൊളിയാണ്, നല്ല പഴക്കമുള്ള ഒരു ആലാണ്. ഇത് എൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയോളം പഴക്കമുള്ളതാണ്. കാരണം എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ചിക്കൻ വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോയി. അപ്പോൾ ആ കടയുടെ സൈഡിൽ നിൽക്കുന്ന അടിപൊളി ഒരാലാണ്. കണ്ടോ, ഞാനിതിനകത്ത് കറക്റ്റ് കണ്ടോ, ഇവിടെ ഞാനൊരു പഴയ ഫ്രിഡ്ജിൻ്റെ പാത്രം എടുത്ത് ബോക്സ് എടുത്ത് അതിനകത്ത് നിറച്ച് കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് വളർത്തുന്നതാണ് കേട്ടോ. അന്ന് കൊണ്ടുവന്ന് അങ്ങനെ വെച്ചേക്കുന്നതാണ്. കഞ്ച മെയ് 29 എൻ്റെ വൈഫിൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പം വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പുതുതായിട്ട് വന്ന ഒരു അതിഥിയും കൂടിയാണ് ഈ ആല് കേട്ടോ. ഒന്ന് കണ്ടോ, ആൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊന്നും കട്ട് ചെയ്യേണ്ട പ്രൂൺ ചെയ്യേണ്ട ഒന്നും ആവശ്യം വന്നില്ല. ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ വീഡിയോ ചുറ്റി ഒന്ന് കാണിക്കാമേ. കണ്ടോ, ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങളൊരിക്കും ഇത് അത്ര ഒരു ഭംഗിയില്ലല്ലോ. പക്ഷേ അടിപൊളിയാണ്. ഞാൻ വെറുതെ പറഞ്ഞാൽ 10ൽ കൂടുതലാണെങ്കിൽ ഞാൻ ഒരു എണ്ണവും കറക്റ്റ് പറയുന്നില്ലെങ്കിലും ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്ന് കാണുമ്പോഴത്തേക്ക് ചോദിക്കും. ഇതിങ്ങനെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഭംഗി തോന്നുന്നത് കേട്ടോ. നിൽക്കി ഞാനിപ്പോൾ ഒരു സൂത്രം കാണിക്കാമേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എൻ്റെ മച്ചന്മാരെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ കണ്ട വീഡിയോ ഇത് കണ്ട് അതുകൊണ്ട് ഈ താഴത്തെ ബ്രാഞ്ച് നോക്ക്, ആ താഴത്തെ ബ്രാഞ്ച് കറങ്ങി വരുമ്പോൾ നോക്ക്, അതിനകത്ത് ഞാൻ വയർ ചെയ്ത് കണ്ടോ, ആ വയർ ചെയ്ത് കുറച്ച് താഴോട്ട് വളച്ച് വെച്ച്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മൾ നേരത്തെ ഒന്ന് റിവേഴ്സിൽ പോയി നോക്കണേ, നിങ്ങൾ ബാക്കിലോട്ട് പോയി നോക്കണേ. അത് വയർ ചെയ്ത് താഴോട്ട് കട്ട് ചെയ്ത് കണ്ടോ, ഇവിടെ കമ്പിയിലോട്ട് വലിച്ച് കട്ട് വെച്ച്. സംഭവം ഗുമ്മല്ലയോ? ഗുമ്മ്. ഈ മെറ്റൽ കണ്ടോ, ഇത് ഞാൻ പാറയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പാറയിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്തതാണ്. ഇവിടുന്ന് കുഞ്ഞ് വേരൊക്കെ വളർന്നിറങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് കുഞ്ഞ് വേരൊക്കെ വളർന്നിറങ്ങുന്നുണ്ട്. അടുത്തൊക്കെ ഈ മെറ്റൽ തന്നെ മതി കേട്ടോ. നമ്മളല്ല പൈസ കൊടുത്ത് മറ്റേ കല്ലൊക്കെ വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാം, ഇല്ലാത്തവർക്ക് നമുക്ക് പാവപ്പെട്ടവർക്ക് ഈ മെറ്റൽ മതി. ഈ വേരും കൂടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഈ കമ്പ് ഞാൻ ഇപ്പോൾ വലിച്ച് കെട്ടിയതാണ് കണ്ടോ. ക്യാമറ എന്നെ ഒത്ത് പറ്റുന്നതുമില്ല ഒന്ന് ഒറ്റ. കണ്ടോ എങ്ങനെയുണ്ട് ഈ ബ്രാഞ്ച്? ഇതിങ്ങനെ എടുത്ത് കുറച്ച് കട്ട് ചെയ്ത് തുമ്പ് ഒത്തിരി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് എന്ന് ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഒരു ഷേപ്പിൽ വന്നില്ലേ? അടിപൊളി ഷേപ്പ്. അപ്പോൾ വയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഗുമ്മാവും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ, ഒരു സൂത്രം കാണിക്കാമെന്ന് പറഞ്ഞത് ഇതാണ്. പെട്ടെന്ന് ആ പ്ലാന്റിൻ്റെ ആ സ്ട്രക്ചറും ആ ഭംഗി അങ്ങ് മാറി. ഈ ബ്രാഞ്ച് കുറച്ചുകൂടെ വലിച്ച് ഇങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് സംഭവം ഗുമ്മ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം ഈ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടോ, അതെല്ലാം ആൾട്ടർനേറ്റീവാണ്. അതും കൂടെയൊക്കെ വയർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു പണ്ടാരമായിട്ട് ഒരുക്കിയത് കണ്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം ഓടിച്ചൊന്ന് കാണിക്കാമേ. കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞ് മറ്റൊരു ബോൺസായി ആക്കാൻ വെച്ചേക്കുന്ന ഒരു ആലിൻ്റെ തൈയാണ്. ഇത് ഞാനൊരു ശിഖരം കൊണ്ടുവന്ന് പൊടിപ്പിച്ചതാണേ. നെക്സ്റ്റ് കണ്ടോ, ഒരു മിനിയേച്ചർ ബോൺസായി. ഇത് മനസ്സിലായാലും നമ്മുടെ അഡീനിയമാണ്. അഡീനിയത്തിൻ്റെ ഒരു വിത്ത് ഇട്ട് പൊടിപ്പിച്ചെടുത്തതാണ് ഒരു കുഞ്ഞ് ബോൺസായി. കണ്ടോ, ഇത് തൈയായിട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് പ്രായമായി എങ്കിലും വളരെ മിനിയേച്ചറായിട്ടൊന്നും വളർത്തിക്കൊണ്ട് വരികയാണ്. ഇത് ക്യാമറ അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല ഗൈസ്. കണ്ട, ഒരു കുഞ്ഞ് അഡീനിയത്തിൻ്റെ ബോൺസായി. അടുത്തതിലോട്ട് പോവേണേ. ഇനി ഗൈസ്, ഇതെനിക്ക് പേരറിയത്തില്ല. ഗൂഗിൾ ലെൻസൊക്കെ ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇത് ഏകദേശം ഒരു 10-15 ദിവസത്തിനിടയ്ക്കായിട്ടുള്ളൂ ഇതെൻ്റെ കിട്ടിയിട്ട്. നമ്മളിവിടെ ഒരു കുന്നിൽ പോയപ്പോൾ അവിടെ കണ്ടതാണ് കേട്ടോ. ഒരു മരം നന്നായിട്ട് നിൽക്കും, നല്ല ബോൺസായി ഷേപ്പിൽ തന്നെ നിൽക്കും, നല്ല ചരിഞ്ഞ്. കണ്ടോ, സംഭവം ഗുമ്മല്ലയോ? കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ 2 തൈ കിട്ടി കേട്ടോ. 2 തൈയല്ല, 2 ചെടി കിട്ടി. അത് ഞാൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ്. ഏകദേശം 2 ആഴ്ചയോളം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ സെറ്റ് ചെയ്തിട്ട്. അടുത്തതായി ഇത് എങ്ങനെയുണ്ട്? കണ്ട, മൂട്ടിൽ കണ്ടോ, നല്ല കനമായിട്ടുണ്ട് കേട്ടോ. നല്ല കനമായിട്ടുണ്ട്. ഒരു പാറപ്പുറത്ത് നിന്നതാണ്. ഏത് ചെടിയെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒന്ന് ചരിഞ്ഞ് നിൽക്കുന്നത്, ഒന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ വെയിലത്ത് ഇരുന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ഉഷാറായി വരുന്നുണ്ട്. അവിടെ ഞാൻ വെയിലത്താണ് ആദ്യം വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറയണം. ഞാൻ ഗൂഗിൾ ലെൻസ് അങ്ങ് ഉപയോഗിച്ച് നോക്കുന്നില്ല, കാരണം ലെൻസ് ഉപയോഗിച്ച് ചിലപ്പോൾ കറക്റ്റ് കിട്ടത്തില്ല. നിങ്ങളെക്കാൾ വലിയ അറിവുകളൊന്നുമില്ലല്ലോ. ഇതിൻ്റെ മൂട് കണ്ടോ, ഗുമ്മാണ്. മൂടൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ. അങ്ങനെ
ഒന്ന് വെയിലത്ത് തന്നെ മാറിയിരുന്നു, അടുത്ത് മറ്റതും. കണ്ടോ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ് അടിപൊളി. കണ്ടോ മൂട് ഇങ്ങനെ നോക്കിയാൽ കണ്ടോ തടി കണ്ടോ നല്ല അയ്യോ ചുമ പച്ചമര മൂടൊക്കെ നല്ല കനമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ കുറച്ച് പാറയൊക്കെ ഇട്ടേക്കുന്നത്, പാറയൊക്കെ മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ കറക്റ്റ് വേരൊക്കെ അറിയാം. ഒരു വേര് പുറത്തോട്ട് വരുന്ന രീതി എക്സ്പോസ് ചെയ്താണ് വെച്ചേക്കുന്നത്. കണ്ടോ അവിടെ ഒരു വേര് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, സംഭവം ഗുമ്മാണ്. ഇത് രണ്ടും അടിപൊളിയാണ് കേട്ടോ, നല്ല ക്യൂട്ടാണ് കാണാൻ. സാധാരണ ബോൺസായിക്ക് ഒരു ഭയങ്കര മസിൽ പവർ ലുക്കാണ്, ഇത് വളരെ ക്യൂട്ടാണ് കാണാൻ. ഒന്നൊരു സാധാരണ ഒരു പന പോലെ പന നിൽക്കുന്ന കണക്കെ നിൽക്കുന്നതും, മറ്റൊന്നാണെങ്കിൽ ഒന്ന് ചരിഞ്ഞ് നിൽക്കുന്നൊരു ബോൺസായി. ഇനി വേറൊരു ഐറ്റം, ഇത് നമ്മുടെ നാരകമാണ് കേട്ടോ. ഇത് ഏകദേശം 1 മാസത്തോളമായി വെച്ചിട്ട് നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ ക്യാമറ വേണ്ട സൂമായിപ്പോൾ ചെറുനാരങ്ങ പിടിക്കുന്ന നാരകമാണ്. കണ്ടോ അതിൻ്റെ മൂടും കണ്ടോ. ഇത് 1 മാസത്തോളമായി കേട്ടോ, തായ് പൊഴുതു കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ നല്ലൊരു ബോൺസായി ആയിട്ടൊരു നിങ്ങളൊരു ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് മച്ചന്മാരെ എൻ്റെ കുഞ്ഞു ബോൺസായി കളക്ഷൻസ്. അപ്പോൾ മച്ചന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്ലാൻസ്? ഞാൻ ബോൺസായി എന്ന് പറയുന്നത് ഇത് കണ്ട് ഇതാണോ നീ ബോൺസായി ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ബോൺസായി ഇതൊക്കെയാണ്. ഞാൻ കറക്റ്റ് ഒരു ബോൺസായി നോക്കുന്ന ആളല്ല. ബോൺസായി പോട്ടും എൻ്റെ ഇല്ല, നമ്മൾ കിട്ടുന്ന തൊട്ടിയും വട്ടിയും വട്ടിയിലൊക്കെ ഇങ്ങനെ നടും, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നട്ടു വെച്ച് പ്ലാന്റ്സിനെ വളർത്തും. പിന്നെ പ്ലാന്റ് നമ്മുടെ ഇഷ്ട ഐറ്റമാണ്, അതല്ല നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ചാനലാണല്ലോ. ഞാൻ പല വീഡിയോയിലും പണ്ട് പറഞ്ഞിരുന്ന ഇപ്പോൾ പറയാൻ മറന്നുപോയതൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്കൊരു പ്ലാൻസിന് വേണ്ടി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പൊന്നുമല്ല, വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റൈൽ കുറച്ച് പറയാം. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ ലിങ്ക് വഴി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. നമുക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള അറിവുകൾ പരസ്പരം അങ്ങോട്ട് പങ്കുവച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞായിരുന്ന കുറച്ച് ലെങ്തി ആയിരുന്നല്ലോ. പിന്നെ ബോൺസായി ഞാൻ ഈ ബോൺസായിയുടെ പേര് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്, കാരണം ഫൈക്കസിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് സഹായിച്ചു തരണം, എനിക്ക് കറക്റ്റ് പേരങ്ങും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അനിയനെന്ന് സാധാരണ അനിയനാണെന്ന് വേണം വയ്ക്കുന്നത്, കുഞ്ഞനിയൻ അങ്ങനത്തെ വലിയ അനിയനാണെങ്കിൽ നിനക്കിതില്ലാതെ വേറൊരു പണിയില്ലാടാന്ന് ചോദിക്കുന്നതാണ്. ഇന്ന് ബഹളം വെച്ചത് എൻ്റെ മോനാണ്, ദേവപ്രയാഗസ് നർമ്മദ ട്യൂഷന് പോയേക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോട്. ദിസ് ടൈം ദിസ് ഈസ് ആൻഡ് സൈനിങ് ഔട്ട്.